വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ. LDFും UDFും ഒരുപോലെ വാഗ്ദാനം ചെയ്യുന്നത് പെൻഷൻ 3000 രൂപ ആക്കും എന്നതാണ്. ആരുടെ വാഗ്ദാനമാണ് കൂടുതൽ വിശ്വസനീയം? എന്തൊക്കെയാണ് മറ്റ് പ്രത്യേകതകൾ? UDFിന്റെ വാഗ്ദാനം അനുസരിച്ച് അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കും എന്നതാണ്. ഇവരുടെ പ്രത്യേകത, പെൻഷൻ എന്നത് സർക്കാരിന്റെ ഔദാര്യമല്ല, മറിച്ച് ഗുണഭോക്താക്കളുടെ നിയമപരമായ അവകാശമായി മാറ്റും എന്നതാണ്. ഇതിനായി പ്രത്യേക നിയമനിർമ്മാണം നടത്തുമെന്നും പറയുന്നു. കൂടാതെ ശമ്പള കമ്മീഷൻ മാതൃകയിൽ ക്ഷേമ പെൻഷൻ പരിഷ്കരിക്കാൻ സംവിധാനമുണ്ടാക്കുമെന്നും മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. LDFിന്റെ പ്രകടന പത്രികയിൽ പറയുന്നതും ക്ഷേമ പെൻഷൻ 3000 രൂപയിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ്. അതോടൊപ്പം 5 ലക്ഷം ദരിദ്ര കുടുംബങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തിക്കാനുള്ള പദ്ധതികളും പ്രകടന പത്രികയിലുണ്ട്. 2025 ഒക്ടോബറിലെ സർക്കാർ തീരുമാനപ്രകാരം കേരളത്തിലെ ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു. BJP നേതൃത്വം നൽകുന്ന NDAയും സമാനമായ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. BPL കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും 70 വയസ്സിന് മുകളിലുള്ളവർക്കും 3000 രൂപ പെൻഷൻ നൽകുമെന്നാണ് അവരുടെ വാഗ്ദാനം. നിലവിൽ സാമ്പത്തിക വെല്ലുവിളി നേരിടുന്ന കേരളം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പ്രതിമാസം 3000 രൂപ നൽകുക എന്നത് വലിയൊരു ബാധ്യതയാണ്. ഇത് എങ്ങനെ നടപ്പിലാക്കും എന്ന ചോദ്യം ബാക്കിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 3000 രൂപ പെൻഷൻ എന്ന വാഗ്ദാനം ആർക്ക് വോട്ടായി മാറും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത്.